ക്ഷേമനിധി ബോർഡുകളിലെ കുടിശ്ശിക നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് വ്യക്തമാക്കിയതാണ് എന്നും ഇതുവരെ 51,000 കോടി രൂപ സർക്കാർ നൽകിയിട്ടുണ്ടെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. 2024 ഏപ്രിൽ മുതൽ കഴിഞ്ഞ മാസം വരെ അതത് മാസം പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട്. 3 ഗഡുക്കൾ കൂടി കൊടുക്കാനുള്ളത് ഈ വരുന്ന സാമ്പത്തിക വർഷം കൊടുക്കും സർ. അസംഘടിത മേഖലയിലെ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും ഓണക്കാലത്തടക്കമുള്ള ആനുകൂല്യങ്ങളെല്ലാം ലഭ്യമാക്കിയിരുന്നു. പെൻഷൻ അടക്കമുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉറപ്പാക്കുമെന്നത് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ്. അതുതന്നെയാണ് സർക്കാരിൻ്റെ മുൻഗണനയും. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം, ഇതൊരു അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഗവൺമെൻറ്. 16 ക്ഷേമനിധി ബോർഡുകൾ ഗുരുതരാവസ്ഥയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. സമാന സ്വഭാവമുള്ള ബോർഡുകൾ ഒരുമിച്ച് ചേർത്തുകൂടെയെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഈ 31 ക്ഷേമനിധി ബോർഡുകളിൽ 14-15 ബോർഡുകൾ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. എന്തുകൊണ്ടാണ് അങ്ങ് അത് മറച്ചു വയ്ക്കുന്നത്? അതിൽ 6-7 ക്ഷേമനിധി ബോർഡുകൾ പൂട്ടുന്നതിന് സമാനമായി നിൽക്കുകയാണ്. പൂട്ടുന്നതിന് സമാനമായി നിങ്ങൾക്ക് 4-5 സമാന സ്വഭാവമുള്ള ബോർഡുകൾ കൺസോളിഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് കുറയ്ക്കാൻ പാടില്ലേ? അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാത്തതിൽ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായുണ്ട്. ഷഫീദ്, ഇതെന്താണ് സർക്കാരിന്റെ മറുപടി? കുടിശ്ശിക വളരെ വേഗം തന്നെ കൊടുത്തു തീർക്കാൻ കഴിയുമെന്ന പ്രത്യാശയിലാണോ സർക്കാർ? ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി അത് പലതവണ പ്രതിപക്ഷം ചോദ്യോത്തര വേളയിലടക്കം ഉന്നയിച്ചതാണ്. പക്ഷേ ഇപ്പോഴും ആ പ്രതിസന്ധി ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് അടിയന്തര പ്രമേയ നോട്ടീസായി പ്രതിപക്ഷം ഇന്ന് സഭയിൽ ചൂണ്ടിക്കാണിച്ച കാര്യം. എം വിൻസെന്റ് MLA ആയിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ക്ഷേമനിധി അംഗങ്ങൾക്ക് പെൻഷനും ആനുകൂല്യങ്ങളും മാസങ്ങളായി കുടിശ്ശികയാണെന്നും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ മറുപടി പറഞ്ഞ കെ എൻ ബാലഗോപാൽ ആകട്ടെ സർക്കാർ സഹായത്തോടെ ഏറെ ബോർഡുകൾ പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട്. 3 ഗഡുക്കൾ കൂടി മാത്രമാണ് പെൻഷൻ കൊടുക്കാനുള്ളത്. അത് ഈ സാമ്പത്തിക വർഷം കൊടുക്കും. മാത്രവുമല്ല ഈ കെട്ടിട നിർമ്മാണ സെസ് പിരിവ് കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. ഈ സോഫ്റ്റ്വെയർ വഴിയാക്കിയതോടെയാണ് 5 മാസം മുൻപ് ഇത് കാര്യക്ഷമമാക്കിയതെന്നും തുടർ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു. അതിന് പിന്നാലെ ഈ പ്രമേയാവതരകന എം വിൻസെന്റ് സംസാരിച്ചപ്പോൾ ഈ കെട്ടിട തൊഴിലാളി ക്ഷേമനിധി ബോർഡിലടക്കം ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി അത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അംഗനവാടി വർക്കർമാർക്കടക്കം ആനുകൂല്യം ലഭിക്കുന്നില്ല. കാലോചിതമായ സഹായങ്ങളും പെൻഷനും പരിഷ്കരിക്കണം. എല്ലായിടത്തും പിൻവാതിൽ നിയമനമാണെന്നും ക്ഷേമനിധി ബോർഡിന്റെ അഡ്മിനിസ്ട്രേഷൻ പാടെ തകർന്നു കിടക്കുകയാണെന്നുള്ള കുറ്റപ്പെടുത്തൽ അതിന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതേസമയം ആ വിഷയത്തിൽ കെ എൻ ബാലഗോപാൽ എന്ന് പറഞ്ഞപ്പോൾ ക്ഷേമനിധി പെൻഷനുകൾ കുറയ്ക്കില്ല, പകരം വർദ്ധിപ്പിക്കും, അത് സർക്കാർ നയത്തിന്റെ ഭാഗമാണ്, നടപ്പിലാക്കും എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ കുടിശ്ശിക പോലും കൊടുത്തു തീർത്തത് LDF സർക്കാരാണ്. ഇതുവരെ 36,212 കോടി രൂപ കൊടുത്തു. പ്രതിപക്ഷത്തിന്റേത് കയ്യടി വാങ്ങാനുള്ള ശ്രമമാണെന്നും ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് മുൻപിൽ UDF MPമാർ അക്കാര്യം ഉയർത്തണം എന്നുള്ള കാര്യം കെ എൻ ബാലഗോപാൽ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നാലെ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ക്ഷേമനിധി ബോർഡുകളുടെ അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിൽ വെള്ളാനകൾക്ക് സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. 16 ക്ഷേമനിധി ബോർഡുകൾ ഗുരുതരാവസ്ഥയിലാണ്. ഇതിൽ 6 ക്ഷേമനിധി ബോർഡുകൾ പൂട്ടിപ്പോകുന്ന അവസ്ഥയിലാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഈ വിഷയത്തോട് സർക്കാർ കാണിക്കുന്ന ധനമന്ത്രി കാണിച്ച പുച്ഛത്തിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോവുകയും ചെയ്തു. ശരി, ക്ഷേമനിധി കുടിശ്ശികയാണെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചത്. അതിലുള്ള സർക്കാരിന്റെ വിശദീകരണം പിന്നീട് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഷഫീദാണ് വിവരങ്ങൾ നൽകിയത്.